നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒബേസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിയെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡയറ്റീഷ്യനുമായ ജയശ്രീയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമുക്കറിയാം, എല്ലാവർക്കും നല്ലൊരു ഫിറ്റായിട്ട് മെലിഞ്ഞിരിക്കുന്ന ഒരു ശരീരമാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. നമുക്കറിയാം, ചില ടീനേജസൊക്കെ മെലിയാൻ ശ്രമിച്ച് ഈവൻ അണ്ടർ വെയ്റ്റായി പോകുന്ന അവസ്ഥയും കാണാറുണ്ട്. നമ്മൾ കേരളത്തിലെ സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒബേസിറ്റി, അമിതവണ്ണം എത്രത്തോളം നമ്മുടെ ജനതയെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ഹോസ്പിറ്റലിലെ ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള നിലയിൽ എത്രത്തോളം ആൾക്കാർ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന എത്രത്തോളം ആൾക്കാർ അമിതവണ്ണക്കാർ, ഒബേസിറ്റിയിൽ അമിതവണ്ണക്കാരുണ്ട്. അതുപോലെ തന്നെ നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ളവരുണ്ട്. ഒബേസിറ്റി തന്നെയാണോ ഏറ്റവും കൂടുതൽ കാണുന്നത്? ഒബേസിറ്റി വളരെയധികം കൂടി വരുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ ഒബേസിറ്റി അധികം ഒന്നും നമ്മൾ കാണുന്നില്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ ഒബേസിറ്റി ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് അല്ലെ ഹെൽത്ത് ചെക്കപ്പ് എടുക്കുമ്പോഴത്തേക്കിന് അതിനകത്ത് ആയിരിക്കും നോർമലി പേഷ്യൻസ് ഒരു കുഴപ്പമൊന്നും ഇല്ലാത്തവർ വരുന്നത്. ഇപ്പോൾ ഒരു രോഗിയല്ലാതെ വരുന്നത് എക്സിക്യൂട്ടീവ് ചെക്കപ്പിൽ, ഞാൻ വെറുതെ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് വരുന്നവർ അതിലായിരിക്കും വരുന്നത്. അതിൽ ഒരു BMI നമ്മളിപ്പം ഇന്ത്യൻസിന് പറയുന്നത് 25-ൽ താഴെ BMI മതി എന്നാണ്. 25-ൽ കൂടുതൽ BMI വന്ന ഒബേസിറ്റി എന്നാണ് പറയുന്നത് ഇന്ത്യൻസിന്. പക്ഷേ ഈ 25-ൽ താഴെ BMI ഉള്ള ഇന്ത്യൻസ് അല്ലെങ്കിൽ ഇപ്പോൾ എക്സിക്യൂട്ടീവ് ചെക്കപ്പിൽ വരുന്ന നോർമൽ പേഷ്യൻസ് ആൾക്കാർ വളരെ കുറവാണ്. അത് വളരെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. 30 ആണ് ഒബേസിറ്റി, പണ്ടത്തെ പൊണ്ണത്തടി എന്ന് പറയുന്നത്. അത് പണ്ടത്തെ അപേക്ഷിച്ച് വളരെ കൂടി വന്നിരിക്കുകയാണ്. കുട്ടികളിലും വളരെ കൂടുതലാണ് കാണുന്നത്. അവരുടെ ജങ്ക് ഫുഡിൻ്റെ ഒക്കെ ആയിരിക്കാം ആഹാര രീതി, അതുപോലെ തന്നെ എക്സസൈസ് ഇല്ല, വ്യായാമം. കുട്ടികൾക്കിപ്പോൾ കളിക്കാനായിട്ടുള്ള സ്ഥലങ്ങളില്ല. അതാണ് ബേസിക്കലി താല്പര്യമില്ലാഴികയും. അതുപോലെ തന്നെ TV അല്ലെങ്കിൽ എന്താണ് ഈ കുറേ ഗെയിമുകൾ, വീഡിയോ ഗെയിം, അങ്ങനത്തെ മൊബൈല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി വന്നതോടുകൂടി കുട്ടികൾക്ക് കളിക്കാൻ സ്ഥലം, ഇപ്പം ഫ്ലാറ്റ് ലൈഫ് കൂടി. ഇങ്ങനെ പിന്നെ ഫുഡ് ഹാബിറ്റ്സ്, പണ്ടെല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം എല്ലാവർക്കും വർക്കിംഗ് വുമൻസ് ആണ് കൂടുതലും വരുന്നത്. അപ്പോൾ അവർക്ക് വീട്ടിലുണ്ടാക്കാനുള്ള സാഹചര്യങ്ങളോ അല്ലെ സൗകര്യങ്ങളോ സമയമോ ഇല്ലാതെ വരുന്നതുകൊണ്ട് അവർക്കും പുറത്തുനിന്ന് അല്ലെങ്കിൽ ബേക്കറികളിൽ നിന്ന് ആഹാരം വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അവിടെ സെലക്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവം സെലക്ട് ചെയ്ത് നമ്മൾ ഫുഡ് കഴിപ്പിച്ചില്ലെങ്കിൽ കുട്ടികൾക്കും പൊണ്ണത്തടി കൂടി വരികയാണ്. തീർച്ചയായിട്ടും നമ്മളൊരു ഡയറ്റീഷ്യനെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് നോർമലി ഡയറ്റീഷ്യൻസിനൊക്കെ എല്ലാവർക്കും നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ, രാവിലെ 2 ഇഡലി അല്ലെങ്കിൽ ഇത്ര ഗ്രാം ധാന്യം, ഉച്ചയ്ക്ക് ഇത്ര ഗ്രാം ചോറ് അല്ലെങ്കിൽ ഇത്ര ഗ്രാം പച്ചക്കറികൾ, ഇടയ്ക്ക് സ്നാക്സ് ഇന്നതായിരിക്കണം, അതിൽ ഇത്ര ഗ്രാം പഞ്ചസാര നമുക്ക് മാക്സിമം ഉപയോഗിക്കാം, രാത്രി ഇന്നതായിരിക്കണം, ഇത്ര ഗ്രാം ആയിരിക്കണം. പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഡയറ്റീഷ്യൻ പറയുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കും? ഈ പറഞ്ഞ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് നിന്നിട്ട് എൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഒരു പേഷ്യൻ്റ് വന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പം നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് എനിക്കറിയാം, അര ഇഡലി അല്ലെ അര ചപ്പാത്തി ഇതൊക്കെയല്ലേ പറയാൻ പോകുന്നത്. അതല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ ആർക്കാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചെയ്യുന്നതുകൊണ്ട് സാധാരണ അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ കേൾക്കും. ലൈഫ് സ്റ്റൈലും വേണം, അതിൻ്റെ കൂടെ ഫുഡ് ഹാബിറ്റ്സും കൂടെ കേട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് മോഡിഫൈ ചെയ്യണം. അതായത് ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഒരു 3000 കാലറി ഇപ്പം നോർമലായിപ്പോയി. അപ്പോൾ ഒരു എബവ് 3000 കാലറി ഒക്കെ കഴിക്കുന്നവരായിരിക്കും നോർമലി ഉള്ളവർ, വെയിറ്റ് കൂടുതലുള്ളവരെല്ലാവരും. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് അവർക്ക് വേണ്ടത് ചിലപ്പോൾ 1200 കാലറി ഒരു ദിവസം കഴിച്ചാൽ മതിയായിരിക്കും. പക്ഷെ അങ്ങനെയുള്ളവർ ഈ ഒരു 3000 കാലറി വരെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ചെന്നിട്ട് നിങ്ങൾ 1200 കാലറി അല്ലെ 1200 കാലറി ഊർജ്ജം ഒരു ദിവസം കഴിച്ചാൽ മതി, അപ്പം അതിനകത്ത് ഒരു ഇഡലി ഒരു ദോശയൊക്കെ വരുവുള്ളായിരിക്കാം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാവും ആ പേഷ്യൻസിന്. അപ്പം അവരുടെ സൗകര്യാർത്ഥം നമ്മൾ പതുക്കെ മോഡിഫൈ ചെയ്തിട്ട് ഈ 1200 കാലറിയിലോട്ട് അല്ലെ 1200 കാലറിയിലോട്ട് വരേണ്ടതാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു മോഡിഫിക്കേഷൻ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. പലപ്പോഴും ഈ പൊണ്ണത്തടിയായിട്ട് പലപ്പോഴും നമ്മൾ ഒരു ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പനിയോ ചുമയോ ആയിട്ട് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോഴായിരിക്കും ഈ വെയിറ്റ് കണ്ടിട്ട് നമ്മൾ പറഞ്ഞത് പെട്ടെന്ന് തന്നെ പണ്ട് 60 കിലോ ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോൾ 80 കിലോ ക്രോസ് ചെയ്ത് കഴിഞ്ഞു, ഞാൻ ഒബേസ് മീൻസ് ഓവർ വെയിറ്റ് ആണ്, പൊണ്ണത്തടി ആയിട്ടില്ല, ഡോക്ടർ പറഞ്ഞു മുട്ടുവേദനയുണ്ട്, ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ. ഈ സമയത്താണ് നമുക്ക് പെട്ടെന്ന് ഒരു ക്രാഷ് ഡയറ്റ് ഒക്കെ തോന്നണം. ഒരു ഡയറ്റീഷ്യനെ പോയി കാണുന്നു, അവർ
പറഞ്ഞ സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് കാണിക്കുന്നു, രാത്രിയിലെ ഭക്ഷണം ഒഴിവാക്കി ഫ്രൂട്ട്സ് മാത്രമാക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരുന്നു, ഒക്കെ ആ ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ക്രാഷ് ആയിട്ട് തോന്നുന്നു. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഇവർക്കൊരു ക്രേവിങ്, നമുക്കറിയാം ചോക്ലേറ്റ് കഴിക്കുന്ന ആൾക്കാർ തന്നെ, ഒരു 30 വയസ്സുള്ള ആൾക്കാർ, ചോക്ലേറ്റ് കഴിക്കുന്ന ആൾക്കാർ ഡെയിലി 1-2 ചോക്ലേറ്റ് കഴിക്കുന്നു, ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഐസ്ക്രീം കഴിക്കുന്നു, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് ഈ വെജിറ്റേറിയൻ ഡയറ്റിലേക്കും അല്ലെങ്കിൽ വളരെ കാലോറി കുറഞ്ഞ ഭക്ഷണത്തിലേക്കും ഒബ്വിയസ്ലി ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലാത്തൊരു ടേസ്റ്റിലേക്കും പോകുമ്പോൾ ഈ ക്രേവിങ് പലപ്പോഴും ഇതിനകത്തൊരു ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും ഇത്തരം ക്രേവ് ചെയ്തതിന് ശേഷം ഇനി എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ഐസ്ക്രീം കഴിക്കുന്നവർ ധാരാളമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ ഡയറ്റിനെ മോഡിഫൈ ചെയ്യണമെന്ന്. നമ്മളൊരു സ്ട്രിക്റ്റ് ഡയറ്റ് പറയുമ്പോഴാണ് ഈ ക്രേവിങ് ഇങ്ങനത്തെ ഇതൊക്കെ വരുന്നത്. അവരുടെ ഡയറ്റിനെ തന്നെ പതുക്കെ കുറേശ്ശെ നമ്മൾ മോഡിഫൈ ചെയ്ത്, ഇപ്പം 3000 കാലറി കഴിക്കുന്നവരുടെ അടുത്ത് ആദ്യം ഒരു 500 കാലറി നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ 100 കുറച്ചാൽ മതി. ഡിപ്പെൻസ്, ആ ഓരോ പേഷ്യൻസ് ഓരോരുത്തരുടെ അനുസരിച്ചിട്ടേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഡയറ്റ് മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് അങ്ങോട്ട് ഒരു 1200 ആക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ക്രേവിങ് ഒക്കെ വരുന്നത്. അവരുടെ ഡയറ്റിൽ കുറേശ്ശെ ഇപ്പോൾ ഈ ഐസ്ക്രീം കഴിക്കുന്നവരാണെങ്കിൽ ഐസ്ക്രീം കഴിച്ചോളാൻ പറയാം, നമുക്ക് ആദ്യത്തെ ഒരാഴ്ച അവർ ഐസ്ക്രീം കഴിച്ചോട്ടെ, അവർ ക്വാണ്ടിറ്റി കുറയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഈ അവരുടെ ഫുഡിൽ ഏതാണ് കൂടുതൽ, ചോക്ലേറ്റ്സ് ബേക്കറി ഐറ്റംസ് ആണ് അവർ കൂടുതൽ കഴിക്കുന്നതെങ്കിൽ അവരുടെ അടുത്ത് ഫസ്റ്റ് വീക്കിൽ നമ്മൾക്ക് അത് മാത്രം കട്ട് ചെയ്യാൻ പറയാം. അത് മാത്രം കട്ട് ചെയ്തിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അവർ കഴിക്കുന്ന പോലെ തന്നെ കഴിച്ചു പോകാൻ പറയാം. സെക്കൻഡ് വീക്കിൽ അടുത്ത എന്തെങ്കിലും ഒരു കാര്യം അവരുടെ ഡയറ്റിൽ എന്താ മോഡിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പതുക്കെ നമ്മൾ കാലറി മോഡിഫൈ ചെയ്ത് അവരുടെ ഡയറ്റിൽ മോഡിഫിക്കേഷൻ വരുത്തി വരികയാണെങ്കിൽ ഈ ക്രേവിങ് ഉണ്ടാവത്തില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ നെറ്റിൽ ഇപ്പോൾ സാധാരണഗതിയിൽ യങ്സ്റ്റേഴ്സൊക്കെ ഒരു ഡയറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആദ്യം നോക്കുന്നത് അവർ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗൂഗിളിൽ വളരെ കോമൺ ആയിട്ട് ലഭിക്കുന്നതാണ് ഈ GM ഡയറ്റ് പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പലതരത്തിലുള്ള ഡയറ്റുകൾ നമുക്ക് ഒരു കോംപ്രിഹെൻസീവായി 7 ദിവസത്തേക്കോ 10 ദിവസത്തേക്കോ ഒക്കെ ആയിട്ടുള്ള പ്രീ മോഡിഫൈഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഡയറ്റുകൾ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുകളുണ്ടോ? യങ്സ് ജനറേഷൻ, വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർ. 2, പലർക്കും നമ്മൾ ഇത്തരം ഡയറ്റുകൾ ഫോളോ ചെയ്യുമ്പോൾ ഒരു 4-5 കിലോയൊക്കെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു കിട്ടുകയും പിന്നെ എങ്ങനെ തലയും കുത്തി നിന്ന് കഴിഞ്ഞാലും വീണ്ടും താഴേക്ക് പോകാത്തൊരവസ്ഥയും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒന്ന്, ഈ ഡയറ്റ്, ഇത്തരം നെറ്റിൽ കിട്ടുന്ന ഇത്തരം പ്രീ മോഡിഫൈഡ് ഡയറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ? 2, ഇത്തരം ഡയറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം കുറയുകയും പിന്നീട് കുറയാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ആ സമയത്ത് മാത്രം നമ്മളൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ പോയാൽ മതിയോ? പോരാ, അത് ആ ഡയറ്റ് മോഡിഫൈ ചെയ്ത് വേണം. അത് അവർ തന്നെ പറയുന്നുണ്ട്, GM ഡയറ്റൊക്കെ ഒരിക്കലും ഒരാഴ്ചത്തേക്കെന്നാണ് പറയുന്നത്, അതിൽ കൂടുതൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല, അത് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പം ഓരോ ഡയറ്റും പറയുമ്പോൾ അവർ തന്നെ ഓരോന്ന് ഇത്ര ദിവസത്തേക്കല്ല ഇത്ര ആഴ്ചത്തേക്കെന്ന് പറയുന്നുണ്ട്. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ പോകുമ്പോൾ അത് ബാലൻസ്ഡ് അല്ല, GM ഡയറ്റ് ബാലൻസ്ഡ് അല്ല. അത് 1 വീക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരമാവത്തതേ ഉള്ളൂ. ഇപ്പം 1 വീക്ക് ഒട്ടും ഇത് കിട്ടുകയില്ലാത്തവർക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ചെയ്താൽ അടുത്ത ആഴ്ച നമ്മൾ ഒരു ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം അവർ പറയുന്ന അനുസരിച്ചിട്ടുള്ള ഡയറ്റ് മോഡിഫൈ ചെയ്ത് പോകണം. അല്ലാതെ വരുമ്പോഴാണ് പിന്നെ ആ ഒരു ഇതിൽ നിന്ന് അങ്ങനെ ആ ഒരു 5 കിലോ കുറയും. GM ഡയറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഡയറ്റുകൾ കൊണ്ട് ഒരാഴ്ച കൊണ്ട് 3 മുതൽ 5 കിലോ വരെ കുറയുന്നുണ്ട്. പക്ഷേ ആ 5 കിലോയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴണമെന്നുണ്ടെങ്കിൽ വീണ്ടും അവർ ഡയറ്റും എക്സസൈസും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്താലേ പറ്റുള്ളൂ. ഈ 5 ദിവസം കഴിഞ്ഞിട്ടല്ല, 7 ദിവസത്തെ ഈ സ്ട്രിക്റ്റ് ഡയറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പോയി നോർമൽ ഈ 3000 കാലറി കഴിക്കുന്നവരായിരിക്കും ഈ 5 ദിവസം അല്ല 7 ദിവസത്തെ ഈ സ്ട്രിക്റ്റ് ഡയറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് 5 കിലോ പെട്ടെന്ന് ഡിഫറൻസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി 3000 കാലറി തന്നെയായിരിക്കും കഴിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഒരു 2 ആഴ്ചയും കൂടെ ചിലപ്പോൾ ആ ഡയറ്റിൻ്റെ ഇതുകൊണ്ട് ആ വെയിറ്റ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ ചിലപ്പോൾ നിന്ന് വരും. അത് കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ വെയിറ്റ് കൂടുക ചെയ്യുന്നത്. അപ്പം ഇത് ഒരു പെട്ടെന്നൊരു ഇപ്പം ചിലർ വരാറുണ്ട്, എനിക്ക് ഇതിന് പോകാനായിട്ടാണ്, അപ്പോൾ അതിന് എനിക്ക് ഒരു 2 ആഴ്ച കൊണ്ട് എനിക്ക് ഇത്ര കിലോ കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ഇവരുടെ ഫിറ്റ്നസ് ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് 1 മാസം കൊണ്ട് എനിക്ക് ഇത്ര കിലോ കുറയ്ക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പൊണ്ണത്തടി ഉള്ളവരൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഒരാഴ്ചത്തേക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്തിട്ട് പിന്നെ പക്ഷേ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഡയറ്റീഷ്യൻസ് പറയുന്ന ഏതാണെന്ന് വെച്ചാൽ അത് ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും ഉത്തമം. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ, ചില ആൾക്കാർ കുറച്ചെങ്കിലും തടിച്ചോളാൻ
ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വലിയ സമൂഹവും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അവർ കണ്ണി കിട്ടുന്നൊക്കെ കഴിക്കും. ആരൊക്കെ എന്തൊക്കെ ഒരു ഒപ്പീനിയൻ തടി കൂട്ടാൻ വേണ്ടി പറയുമോ ഇതൊക്കെ കഴിക്കാറുണ്ട്. തിരിച്ച് വേറെ കുറേ ആൾക്കാരാണ് അവർ വെറുതെ വെള്ളം കുടിച്ചാൽ പോലും തടിക്കും എന്നുള്ളതാണ് ഇത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് നമ്മൾ ചെയ്യുക? സാധാരണഗതിയിൽ ഒരു പൊണ്ണത്തടിയുള്ള ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ എന്ത് ആഹാരം കഴിച്ചു എന്ന് ചോദിച്ചാൽ അവരൊന്നും കഴിച്ചിട്ടില്ല. അവരിപ്പോൾ ഡയറ്റ് ചെയ്യുന്ന ആരാണെങ്കിൽ ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് കുറച്ച് ചോറ്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല, ഈവൻ ചായയിൽ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല, രാത്രി ഒരു ചപ്പാത്തി, ഇതല്ലാതെ ഞാൻ ഈ ദിവസം ഒന്നുമേ കഴിച്ചിട്ടില്ല എന്ന് പറയും. ഇതുപോലെ തന്നെ മെലിഞ്ഞിട്ടുള്ള ആൾക്കാർ, ഞാൻ എന്തൊക്കെ ഭക്ഷണം കഴിച്ചാൽ രാവിലെ 4 ചപ്പാത്തി കഴിച്ചിട്ടുണ്ടാവും, ഉച്ചയ്ക്ക് ആവശ്യത്തിന് ചോറും കറിയും കഴിച്ചിട്ടുണ്ടാവും, ഇടയ്ക്ക് ഐസ്ക്രീമോ സ്വീറ്റ്സോ ഒക്കെ കഴിച്ചിട്ടുണ്ടാവും, രാത്രി നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം അവരുടെ ഒരു ഭക്ഷണ രീതി കഴിച്ചാൽ ആ ശരീരത്തിന് ഇത്രയും ഭക്ഷണം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അതിശയം പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അതിൽ ആദ്യത്തെ ഇത് ഇപ്പം ചോദിച്ച ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് സാധാരണഗതിയിൽ പറയുന്ന ഒരു കാര്യമാണ്. നമ്മളവരുടെ റീകോൾ എടുത്തു കഴിയുമ്പോൾ, അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എടുത്തു കഴിയുമ്പോഴത്തേക്കിന് സ്ഥിരം പറയുന്നതാണ്, ഞാൻ ഒരു ചപ്പാത്തിയെ രാവിലെ അല്ലെ ഒരു ഇഡ്ഡലിയെ രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് 1/2 കപ്പ് ചോറ കഴിച്ചു, ഒരു ഇത്തിരി ചോറ കഴിച്ചെന്നൊക്കെ പറയും, വൈകിട്ട് ഇതുപോലെ എന്തെങ്കിലും കഴിച്ചത്. പക്ഷെ അതിൻ്റെ കൂടെ കഴിക്കുന്നത് ഈ ഇടസമയങ്ങളിൽ കഴിക്കുന്നത് അവർ പറയാറില്ല. കൂടെ കഴിക്കുന്നത് ചിലപ്പോൾ ഒരു ചപ്പാത്തി കഴിച്ചിട്ട് കൂടെ കഴിക്കുന്ന വടയായിരിക്കും, 2 വടയായിരിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്കും ചോറിൻ്റെ കൂടെ ഇച്ചിരി 1/2 കപ്പ് ചോറ കഴിച്ചിട്ടുള്ളതായിരിക്കും, കൂടെ കഴിച്ച് ഫിഷ് ഫ്രൈയോ അല്ലെ ബീഫ് ഫ്രൈയോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. ഡിന്നറിനും ഇതുപോലെ ആയിരിക്കും. ആ 1/2 കപ്പ് ചോറിന് ഇരട്ടി കാലറി കിട്ടുന്ന സാധനങ്ങളായിരിക്കും അതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ 1 ഗ്രാം അരിക്കകത്തുനിന്ന് നമുക്ക് 4 കലോറി ഊർജ്ജം കിട്ടുന്നുണ്ടെങ്കിൽ എണ്ണയ്ക്കകത്തുനിന്ന് 9 കലോറിയാണ് ഊർജ്ജം കിട്ടുന്നത്. ഇത് ഇവർ മനസ്സിലാക്കുന്നില്ല. കൂടെ കഴിക്കുന്നത് എണ്ണ കൂടുതൽ വരുന്ന ഫ്രൈഡ് ഐറ്റംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഇപ്പം ഗോബി മഞ്ചൂരിയൻ, വെജിറ്റേറിയൻ ആണ് സാധാരണ എല്ലാവരും പറയുന്നതാണ്, ഞാൻ വെജിറ്റേറിയൻ ആണ്, പ്യുവർ വെജിറ്റേറിയൻ ആണ്, ഞാൻ വേറെ ഒന്നും കഴിക്കുന്നില്ല, ഒരു ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ് കഴിച്ചത്. ഈ വെജിറ്റബിൾ കറി എന്താണെന്ന് ചോദിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്ന ഗോബി മഞ്ചൂരിയൻ ആണ്. ഗോബി മഞ്ചൂരിയൻ വെജിറ്റേറിയൻ ആണ്, പക്ഷേ അതിനകത്ത് അത് ഫ്രൈ ചെയ്തിട്ടാണ് അത് കറിയാക്കുന്നത്. അപ്പം അതുപോലെ അതിൻ്റെ അകത്ത് ഫാറ്റ് കണ്ടൻറ്റ് നല്ലതായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ പറയുന്നവർ ശ്രദ്ധിക്കാറില്ല. അതുപോലെ ഇടസമയങ്ങളിൽ അവരൊന്നും കഴിക്കുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഈ ഇടസമയങ്ങളിലെ കാര്യങ്ങൾ പറയാറില്ല. ആ സമയത്ത് കഴിക്കുന്ന ചോക്ലേറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ചിപ്സ് ആയിരിക്കും, മിക്സ്ചർ ആയിരിക്കും, ഇങ്ങനത്തെ സാധനങ്ങൾ. ഇതൊന്നും അവരുടെ കണക്കിൽ ചോറും ചപ്പാത്തിയും അല്ല. ചോറും ചപ്പാത്തിയും മാത്രമാണ്, അല്ലെ അരി ഗോതമ്പ്, അരിയാണ് എല്ലാവരും പറയുന്നത്. ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലെന്നാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ. അല്ല, അരിയും ഗോതമ്പും ഒരുപോലെ തന്നെയാണ്. ചോറ് കഴിച്ചാലും ചപ്പാത്തി കഴിച്ചാലും ഒരുപോലെ തന്നെ. അതുപോലെ ഓട്സ് കഴിക്കുന്നുണ്ട് ഒത്തിരി പേര്, ഓട്സ് കഴിച്ചാൽ വെയിറ്റ് കുറയുമെന്നും പറഞ്ഞു. പക്ഷേ ഓട്സും ഇതുപോലെ തന്നെയാണ്, അളവ് കൂടുതൽ കഴിക്കുക, അതിനകത്ത് വരുന്ന പാല്. ഇപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന ഓട്സ് വെയിറ്റ് റെഡ്യൂസിങ് ഡയറ്റിനാണെങ്കിൽ ഓട്സ് വെള്ളത്തിൽ കാച്ചി കഴിക്കാൻ പറയും, അല്ലെങ്കിൽ ടേസ്റ്റിന് വേണ്ടി നിങ്ങൾ പാല് ചേർത്തോളാൻ പറയും. പക്ഷേ ഇവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള മിൽക്കിനകത്തോട്ടായിരിക്കും ഓട്സ് കാച്ചി കഴിക്കുന്നത്. അങ്ങനെ വരുമ്പോഴും വീണ്ടും കാലറി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് കഴിച്ചു, എത്രമാത്രം കഴിച്ചു, എന്തൊക്കെ കൂടെ കഴിച്ചു എന്നുള്ളതും ഇടസമയങ്ങളിൽ കഴിക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന് പകരം വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുകയും ഫ്രൂട്ട്സ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ എതിർ എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്, വെയിറ്റ് കുറഞ്ഞോളും. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ മെലിഞ്ഞ ആൾക്കാർ പലപ്പോഴും നമുക്കറിയാം, ഹോട്ടൽ റൂമിലോ സുഹൃത്തുക്കളോ ഒക്കെ ഇരിക്കും, നമ്മൾ കഴിക്കുന്നതിന്റെ 4 ഇരട്ടി ഭക്ഷണമായിരിക്കും അവർ കഴിക്കുന്നത്. അവർ പറയുന്ന വെച്ചാൽ എനിക്ക് ഒന്ന് തടി വെച്ച് കണ്ടാൽ മതി എന്നുള്ളത് തന്നെ. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ടിട്ട് എന്തായിരിക്കും അവർക്ക് ഒന്നെങ്കിൽ തൈറോയിഡിന്റെ പ്രോബ്ലം അല്ല എങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണും ഇങ്ങനെയുള്ളവർക്ക്. അല്ലാതെ ചിലർക്ക് ജനറ്റിക്കലി അങ്ങനെ ആയിരിക്കും, അവരുടെ ഫാമിലിയിലെ എല്ലാവരും ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ അവർ അണ്ടർ വെയിറ്റ് ആയിരിക്കില്ല, അവർ നോർമൽ വെയിറ്റ് കാണും അവർക്ക്. പിന്നെ അണ്ടർ വെയിറ്റ് ഉള്ളവർക്ക് അവർക്ക് എന്തെങ്കിലും ഹിഡൻ അസുഖങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ കാണാം, അല്ലെങ്കിൽ എൻഡോക്രൈനോളജി പ്രോബ്ലംസ് എന്തെങ്കിലും കാണുമായിരിക്കും. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരാളുടെ വെയിറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ വെയിറ്റിന്റെ അപ്പർ ബോർഡറിലായിരിക്കും നമുക്ക് പലപ്പോഴും ലഭിക്കുക. അതുപോലെ തന്നെ അവരുടെ വയറിന്റെ ചുറ്റുവെള്ളം എടുത്തു കഴിഞ്ഞാൽ വലിയൊരു പൊണ്ണത്തടിയും ഉണ്ടാകും. അപ്പോൾ ഇത്തരം ആൾക്കാരെ നമുക്ക് ഒബേസിറ്റിയുടെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താനായിട്ട് സാധിക്കും, ഉറപ്പായിട്ടും. അവരെ നമ്മൾ ഒബേസിറ്റിയുടെ കാറ്റഗറിയിൽ തന്നെയാണ് പെടുത്തുന്നത്. അവർക്കൊക്കെ എക്സസൈസ് നല്ലതായിട്ട് വേണം. നല്ല എക്സസൈസിൻ്റെ കൂടെ തന്നെ ഡയറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. പൊതുവേ ഇപ്പോൾ കണ്ടുവരുന്ന ഇപ്പം തൈറോയിഡിൻ്റെ പ്രോബ്ലം ഇല്ലാത്തവർ, അല്ലെങ്കിൽ മറ്റ് കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തവർക്ക് ഡയറ്റിൻ്റെ മാത്രം കൊണ്ട് പ്രോബ്ലം വന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. മറ്റുള്ള ഇതുള്ളവർക്കൊക്കെ ആണെങ്കിൽ അതും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്ത് വരണം. ഈ ഡയറ്റിനൊപ്പം അല്ലെങ്കിൽ എക്സസൈസും ഡയറ്റും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതും കൂടെ കൺട്രോൾ ചെയ്ത് വന്നാലേ ഉള്ളൂ നമുക്ക് ആ റിസൾട്ട് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഡയറ്റ് കൊണ്ട് മാത്രം അല്ല ലൈഫ് സ്റ്റൈലിൻ്റെ ദോഷം കൊണ്ട് മാത്രം വന്നവർക്കാണെങ്കിൽ ഈ ഡയറ്റും എക്സസൈസും ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് നല്ല റിസൾട്ട് നമ്മളെപ്പോഴും നമ്മുടെ ടാർഗറ്റ് എപ്പോഴും ഒരാഴ്ച കൊണ്ട് 1 കിലോ കുറയുക എന്നുള്ളതാണ്.
വീക്ക്ലി 1 kg എന്നുള്ളതാണ്. ആ ടാർഗറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. തീർച്ചയായിട്ടും പുരുഷന്മാരാണെങ്കിൽ, കൂടുതലും പുരുഷന്മാരാണെങ്കിൽ അവർ പറയും എനിക്ക് ബാക്കിയൊക്കെ സ്ഥലത്ത് ആവശ്യത്തിന് തടി കൊണ്ട് വളരെ ഫിറ്റായിട്ട് തന്നെ തോന്നും, വയറിനകത്ത് തടി കൂടുതലായിട്ട് അല്ലെങ്കിൽ കൊടവണ്ടി ഉള്ളതായിട്ട് ഉള്ളൊരു തോന്നലുണ്ട്. ഇതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ അവരുടെ തൈസിൽ അല്ലെങ്കിൽ കൈയുടെ ഭാഗത്ത് നമ്മൾ ഷോൾഡറിന്റെ ഭാഗത്ത് വെയിറ്റ് കൂടുന്നതായിട്ടുള്ള പറയാം. അപ്പോൾ ഇതെന്തുകൊണ്ടൊരു സ്പെസിഫിക് ഏരിയയിൽ മാത്രമായിട്ട് ഇത്തരം ഫാറ്റ് ഡിപ്പോസിഷൻ ഉണ്ടാകുന്നു? അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ഡയറ്റ് കൊണ്ട് റിസൾട്ട് മൊത്തത്തിൽ വെയിറ്റ് കുറയുന്നതിനോടൊപ്പം തന്നെ ഇതെല്ലാം കുറയുന്നതാണ്. പക്ഷെ കൂടുതൽ എക്സസൈസ് മസ്റ്റാണ്. അതിനൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള എക്സസൈസും കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും. അല്ലാതെ ഡയറ്റും വെറുതെ ഓടുക നടക്കുകയും ചെയ്യുകയാണെങ്കിലും റിസൾട്ട് കിട്ടും. പക്ഷേ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എസ്പെഷ്യലി ഫിസിയോതെറാപ്പിസ്റ്റിനെ കൂടെ കാണുന്നതായിരിക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ പറഞ്ഞുള്ള സ്ഥലങ്ങളിലുള്ള റിസൾട്ട് കിട്ടാനായിട്ട് ഉത്തമം. തീർച്ചയായിട്ടും ഇപ്പോൾ ഒബേസിറ്റിക്ക് പലപ്പോഴും ഇപ്പോൾ നല്ല രീതിയിലുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു ഡയറ്റീഷ്യൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വഴുതി പോകുന്നത്? പലപ്പോഴും നമുക്കറിയാം ഒരു പരിധി വരെയൊക്കെ അവരുടെ ഒരു ഓവർ വെയിറ്റ് ഉണ്ട്, അവരുണ്ടെങ്കിൽ ഒരു ഈവൻ ഓവർ വെയിറ്റ് ഒബേസിറ്റി ഉള്ള ആൾക്കാർ ഓവർ വെയിറ്റിനകത്തെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാരെ നോർമൽ വെയിറ്റിലേക്കും പലപ്പോഴും കൊണ്ടുവരാനായിട്ട് സാധിക്കും. പലപ്പോഴും ഇവരുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അല്ല, ഇപ്പം ഈ പറഞ്ഞു പൊണ്ണത്തടി എന്ന് പറഞ്ഞു, ഇത് എബവ് 40 ഒക്കെ BMI വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റ് കൊണ്ട് റിസൾട്ട് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഇതാണ്. അങ്ങനെയുള്ള കേസുകൾ എപ്പോഴും സർജിക്കൽ ഇതിന് പോകുന്നതായിരിക്കും. ഡയറ്റീഷ്യൻസിൻ്റെ അടുത്ത് വന്നാലും റിസൾട്ട് കിട്ടുമായിരിക്കാം മേ ബി, പക്ഷെ ഒരു പരിധിക്കപ്പുറത്തോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഈ ഡയറ്റീഷ്യൻ്റെ അടുത്ത് വരുമ്പോൾ ആൾക്കാർ പറയുന്നത്, ഞാൻ ഡയറ്റീഷ്യനെ പോയി കണ്ടു, എനിക്ക് കുറച്ച് വെയിറ്റ് ഒക്കെ കുറഞ്ഞു, പക്ഷേ ഡയറ്റീഷ്യൻ എൻ്റെ ലൈഫിൽ നിന്ന് ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ഈ ഡയറ്റീഷ്യൻ എടുത്തു മാറ്റപ്പെട്ടു എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ്. അത് അവർ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ വരുന്ന കുഴപ്പമാണ്. ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങൾ, നമ്മുടെ ഫുഡിൽ ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങൾ മധുരം, എണ്ണ, ഉപ്പ്, ഈ 3 സാധനങ്ങളാണ് ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങൾ. അതിൽ എണ്ണയും മധുരവും വെയിറ്റ് കൂട്ടുന്ന സാധനങ്ങളാണ്. ഇത് 2 എണ്ണവും നമ്മൾ കുറയ്ക്കാൻ മാത്രമേ പറയുന്നുള്ളൂ, ഒഴിവാക്കാൻ പറയുന്നില്ല. ഒരു ഡയറ്റീഷ്യൻസും പറയത്തില്ല എണ്ണയും മധുരവും ഒഴിവാക്കാൻ. അത് കുറച്ച് നിയന്ത്രിച്ചിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് അറിയാൻ മേലാഴിക കൊണ്ടാണിത് പറയുന്നത്. എണ്ണ കുറച്ച് മധുരവും കുറച്ചിട്ട് നമുക്ക് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അത് ഉണ്ടാക്കാൻ അറിയാൻ മേലാഴിക കൊണ്ട് വരുന്നത് ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ളതാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ. നമുക്കറിയാം കേരളത്തിലുള്ള എല്ലാ വീടുകളിലും വെളിച്ചെണ്ണ ഇല്ലാത്ത ഒരു വീടും ഒരു പക്ഷേ ഉണ്ടാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊണ്ണത്തടി ഉണ്ടാകും, അല്ലെങ്കിൽ തേങ്ങയുടെ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ പൊണ്ണത്തടി ഉണ്ടാകും, അല്ലെങ്കിൽ പൊണ്ണത്തടി കുറയും. തേങ്ങയുടെ ഉപയോഗം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇത്തരം പൊണ്ണത്തടി കുറഞ്ഞു വരും എന്നുള്ള രീതിയിൽ പല കോൺട്രവേഴ്സീസും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഈ പൊണ്ണത്തടി അല്ലെങ്കിൽ ഈ ഒബേസിറ്റിക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരോ അല്ലെങ്കിൽ തടി കുറയ്ക്കണമെന്നുള്ളവർ ഈ വെളിച്ചെണ്ണ മാറ്റിയിട്ട് മറ്റു പലം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിലേക്ക് പോകാറുണ്ട്, മറ്റുള്ള ഓയിലുകളിലേക്ക്, ഒലിവ് ഓയിലിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ ഈ വെളിച്ചെണ്ണ അവോയ്ഡ് ചെയ്തപ്പോൾ നമ്മുടെ പേഷ്യൻസിന് നിന്നുള്ള റെസ്പോൺസ് ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് മാഡത്തിന്? ഒരു ഡയറ്റീഷ്യൻസും വെളിച്ചെണ്ണ ഒഴിവാക്കാൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട്. കാരണം വെളിച്ചെണ്ണയ്ക്കകത്തു നിന്നാണെങ്കിലും സൺഫ്ലവർ ഓയിലിനകത്താണെങ്കിലും ഒലിവ് ഓയിലിനകത്തു നിന്നാണെങ്കിലും 1 ഗ്രാമിൽ നിന്ന് 9 കലോറിയാണ് കിട്ടുന്നത്. അപ്പം ഇത് നിങ്ങൾ ഏതെണ്ണ ഉപയോഗിച്ചാലും എണ്ണ കൂടുതൽ ഉപയോഗിച്ചാൽ വെയിറ്റ് കൂടുക തന്നെ ചെയ്യും. ഏതെണ്ണയാണെങ്കിലും അളവ് കുറയ്ക്കണം എന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ടേസ്റ്റുള്ള എണ്ണ നിങ്ങൾ ഉപയോഗിച്ചോളൂ, പക്ഷെ അത് നിയന്ത്രിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് തേങ്ങായ്ക്കകത്തുള്ള എണ്ണ, അത് എണ്ണ തന്നെയാണ്. അത് നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ എണ്ണയ്ക്കകത്തുനിന്ന് കിട്ടുന്ന പോലെ തന്നെ, അല്ല വെളിച്ചെണ്ണയ്ക്കകത്തുനിന്ന് ഉള്ള പോലെ തന്നെ അതിനകത്ത് അടങ്ങി. ഇപ്പോൾ തേങ്ങ ഡിപ്പെൻസ് ആണ് തേങ്ങയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള എണ്ണ. ചില തേങ്ങയ്ക്ക് നല്ല എണ്ണയായിരിക്കും. അപ്പോൾ അതുപോലെ അത് ഓരോ തെങ്ങിൻ്റെ അനുസരിച്ചിട്ടല്ലേ, ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ചിട്ട് എണ്ണയുടെ വ്യത്യാസം അതിനകത്ത് വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് തേങ്ങയുടെ അളവ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കൂടുക തന്നെ ചെയ്യും. കാരണം അതിനകത്തുനിന്ന് നമുക്ക് എണ്ണ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഏതാണേലും എണ്ണയെന്ന് മാത്രമേ ഉള്ളൂ, ഇന്ന എണ്ണയെന്നില്ല. ഏതെണ്ണയ്ക്കകത്തൊന്നും നമുക്ക് കിട്ടുന്നത് 9 കലോറി ഊർജ്ജം. അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഹലോ ഡോക്ടർക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബേസിറ്റിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ പൊണ്ണത്തടിയെ കുറിച്ചാണ്. മാഡം, നമുക്കറിയാം നോർമലായിട്ടുള്ള വേറെ ഡയബറ്റിക്സോ ഹൈപ്പർ ടെൻഷനോ വേറെ ഒന്നും, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നമോ ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ള ഒരാൾ, ഒബേസും അല്ല, ഓവർ വെയിറ്റ് ഉണ്ടാകുന്ന ഒരാൾ
വീട്ടിൽ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് എന്തായിരിക്കും? അവർ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ, പ്രത്യേകിച്ച് എല്ലാവരും വന്നിട്ട് പറയുന്നത് ഇത് സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ അത് നമ്മൾ പ്രാക്ടിക്കലി പറയാറുമില്ല, സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് ഒന്നും പറയുന്നില്ല. വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ അതൊക്കെ തന്നെ കഴിക്കാം, പക്ഷേ നിയന്ത്രണം വേണമെന്നുള്ളൂ. എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തിക്ക് പകരം പൂരി കഴിക്കാൻ പാടില്ല. പൂരി, പൊറോട്ട ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ ഫാറ്റ് കണ്ടൻറ്റ് കൂടും. നിയന്ത്രിക്കാനേ ഉള്ളൂ പറയുന്നുള്ളൂ. അപ്പം അളവ് കുറയ്ക്കണം. അരി ഞാൻ നേരത്തെ പറഞ്ഞു എണ്ണയും മധുരവും വെയിറ്റ് കൂട്ടുന്ന സാധനങ്ങളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് അരിയും ഗോതമ്പും ഓട്സ് എന്താണേലും ആ സീരിയൽസ് ഐറ്റംസിൽ വരുന്ന എന്താണേലും വെയിറ്റ് കൂട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. അതിൻ്റെ അമിത ഉപയോഗമാണ് വെയിറ്റ് കൂട്ടുന്നത്. ഓൾറെഡി നമുക്ക് വേണ്ടതിൽ കൂടുതൽ വണ്ണവും ഇത് നമുക്കുണ്ട്, ഫാറ്റ് നമ്മുടെ ശരീരത്തിലുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയാകുമ്പോൾ അത് കുറയ്ക്കാനുള്ള, അതായത് നമുക്ക് ഡെയിലി നമ്മുടെ ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ളത് ഊർജ്ജം നമുക്ക് മതി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ 3 സാധനങ്ങളാണ് നമുക്ക് ഭക്ഷണത്തിൽ നിയന്ത്രിക്കേണ്ടത്. അരി അല്ലെ ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങൾ, എണ്ണ, മധുരം. അപ്പം മധുരം ഒഴിവാക്കാനല്ല പറഞ്ഞ് നിയന്ത്രിക്കുക. എണ്ണ അതുപോലെ നിയന്ത്രിക്കാനാണ് പറയുന്നത്. ജസ്റ്റ് പേരിന് മാത്രമായിട്ട് എണ്ണ കുറയ്ക്കുക. അതുപോലെ തന്നെ അരി ഗോതമ്പിൻ്റെ അളവും കുറയ്ക്കുക. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഇഡ്ഡലി, ദോശ, അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ കഴിക്കാം, പക്ഷേ അതിൻ്റെ അളവ് കുറയ്ക്കുക. ഇഡ്ഡലിയുടെയോ ദോശയുടെയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളവ് കുറച്ചിട്ട്, അതേസമയം നമുക്ക് വിശപ്പ് മാറുകയും വേണം. വയറ് നിറച്ചങ്ങോട്ട് കഴിക്കാനല്ല പറയുന്നത്, വിശപ്പ് മാറത്തക്ക രീതിയിൽ ഭക്ഷണം കഴിക്കുകയും വേണം. അതിന് നമുക്ക് അതിൻ്റെ കൂടെ വരുന്ന സൈഡ് ഡിഷസ്, പച്ചക്കറികളുടെ അളവ് കൂടുതൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പം വെജിറ്റബിൾ കറിയോ അല്ലെ സാമ്പാറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നല്ലപോലെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട്, ഇപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം വെയിറ്റ് കൂടാൻ ഹെൽപ്പ് ചെയ്യുന്ന, കാലറി കൂടുതലുള്ള. അപ്പോൾ കിഴങ്ങ് കറി ആയി പോവാതെ, കിഴങ്ങ് അവിയലിനകത്തുനിന്നോ സാമ്പാറിനകത്തുനിന്നോ കിട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ 2 ഇഡലി കഴിച്ചിട്ട് കിഴങ്ങ് കറി കഴിച്ച് വിശപ്പ് മാറ്റിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് കിഴങ്ങ് കറിയും കൂടെ വരുമ്പോഴത്തേക്കും നേരെ ഇതിൽ എഫക്റ്റ് ആയിപ്പോൾ. അപ്പം അങ്ങനെ ആവരുത്. സാമ്പാറിനകത്തുനിന്ന് കിട്ടുന്ന കിഴങ്ങ് കറി ആവാം, പക്ഷേ മറ്റ് കറികൾക്കായിരിക്കണം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിപ്പോൾ 2 കപ്പോ 3 കപ്പോ അത് ഡിപ്പെൻസ്. ഓരോരുത്തർക്ക് ഇപ്പം വിശപ്പ് കൂടുതലുള്ളവരാണ് 2 or 3 കപ്പ് കറികൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എണ്ണയും തേങ്ങയൊക്കെ കുറച്ചിട്ടുള്ള കറികളാണെങ്കിൽ സമയങ്ങളിൽ നിന്നിട്ട് എന്തെങ്കിലും നിർബന്ധമായിട്ട് കഴിച്ചോണം. ഒന്നിച്ച് വയർ നിറച്ച് കഴിക്കാതെ സ്മോൾ ഫ്രീക്വൻറ്റ് ഫീഡ്സ് നേരങ്ങളിലും കൂടെ ഉൾപ്പെടുത്തിക്കൊള്ളണം. അപ്പം ഫ്രൂട്ട്സിനൊക്കെ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. ഊർജ്ജം നമുക്ക് കാലറി കുറവാണ് വരുന്നത്. അപ്പോൾ ഫ്രൂട്ട്സുകളിൽ തന്നെ ഏത്തപ്പഴം, ചക്കപ്പഴം, മാമ്പഴം ഇങ്ങനത്തെ ഫ്രൂട്ട്സുകൾക്കകത്ത് കാലറി കൂടുതൽ വരുന്നതാണ്. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ മറ്റ് ഫ്രൂട്ട്സുകൾ, ഓറഞ്ച്, മുസമ്പി, പേരയ്ക്ക ഇങ്ങനത്തെ പഴങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പഴമോ പേരയ്ക്ക ഇങ്ങനത്തെ ആണെങ്കിലും മതി, കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് അത് നേരങ്ങളിൽ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെജിറ്റബിൾ സലാഡുകൾ, വെജിറ്റബിൾ സൂപ്പ്, കുക്കുംബർ ജ്യൂസ്, നാരങ്ങ വെള്ളം, മോരും വെള്ളം, ഇതിനൊന്നും നിയന്ത്രണങ്ങളില്ലാത്ത സാധനങ്ങളാണ്. ഇതൊക്കെ വിശപ്പ് മാറുന്നവരെ ഇതൊക്കെ നേരങ്ങളിൽ. ഇപ്പോൾ മധുരം കഴിക്കണം, ചോക്ലേറ്റ്സ് കഴിക്കണം എന്നുള്ളവർക്ക് ഫ്രൂട്ട്സുകൾ ഇഷ്ടം പോലെ കഴിക്കാം. എരിവ് കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. ചിലർ വട പോലത്തെ സാധനങ്ങൾ, സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ സാലഡ്സൊക്കെ ഇത്തിരി സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് വേണേൽ ആ സമയങ്ങളിൽ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലഞ്ചിനും ചോറിൻ്റെ അല്ലെ എന്താണ് നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ വീട്ടിൽ കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബിരിയാണി നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ ബിരിയാണി നിങ്ങൾ വീട്ടിലുണ്ടാക്കി കഴിച്ചോളൂ. നിങ്ങളോട് ആരും കഴിക്കണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ ഉണ്ടാക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിക്കൊള്ളാം. ഒത്തിരി നെയ്യും ഒക്കെ ചേർത്ത്, എണ്ണയോ ഡാൽഡയൊക്കെ ചേർത്തിട്ട് ബിരിയാണി ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നേരെ ഇതിൽ എഫക്റ്റ് ആയി. അപ്പം അത് ഡയറ്റീഷ്യൻസ് എത്രയാണോ ഓയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റി ഓയിലിൽ വെജിറ്റബിൾസ് നല്ലപോലെ ചേർത്ത് സ്പൈസസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിരിയാണിക്ക് സ്വാദ് വരും. ആ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു. അതിൻ്റെ കൂടെ റൈറ്റോ അങ്ങനത്തെ സലാഡുകളോ അങ്ങനത്തെ എന്തെങ്കിലും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വിശപ്പ് മാറത്തക്ക രീതിയിലാവും. വൺസ് ഇൻ എ വൈൽ ചിക്കൻ കഴിച്ചോളാൻ പറയുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണി വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം, പക്ഷേ ചിക്കനും ഉണ്ടാക്കുന്ന രീതിയിൽ വ്യത്യാസം വരുത്തിക്കൊള്ളണം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എണ്ണയൊക്കെ കുറച്ചിട്ട് പ്രിപ്പയർ ചെയ്തോളണം, ഇല്ലെങ്കിൽ നേരെ ഇതിൽ എഫക്റ്റ് ആയിപ്പോവും. അതുപോലെ തന്നെ 4 മണി സമയങ്ങളിൽ ഉച്ചയ്ക്കും വൈകിട്ടും സലാഡുകൾ ഉൾപ്പെടുത്തുന്നത് നിർബന്ധമാക്കിക്കൊള്ളുക. അത് നമുക്ക് ഒരു ഫീലിംഗ് ഓഫ് ഫുൾനെസ്, വയർ നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സാലഡ്സ് മസ്റ്റ് ആക്കിക്കൊള്ളുക. പിന്നെ വീട്ടിൽ കിട്ടുന്ന വാഴച്ചുണ്ട്, വാഴപ്പിണ്ടി ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ കൂടുതൽ, ഇലവർഗ്ഗങ്ങൾ ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത നാരുകൾ കൂടുതൽ കിട്ടുന്നതാണ് ഇതിനകത്തൊക്കെ. അപ്പം വിഷമില്ലാത്തതും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട. എല്ലാവരും പൊതുവെ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതെല്ലാം കൂടെ കഴിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം വിഷമല്ലേന്ന് ചോദിക്കും. അപ്പം വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തോളുക. പിന്നെ 4 മണി സമയത്തും സ്നാക്സുകൾ കഴിക്കുമ്പോൾ പയർ പുഴുങ്ങിയത് അങ്ങനത്തെയൊക്കെ കഴിക്കുകയാണ്. പയർ, കടല, മുതിര ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ പ്രോട്ടീൻ നിങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഒത്തിരി കൊഴുപ്പ്, ഫാറ്റ് കൂടുതലില്ലാത്ത സാധനമാണ്. അതുപോലെ പ്രോട്ടീൻ മീറ്റ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളണം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയർവർഗ്ഗങ്ങളുടെ അളവ് നല്ലപോലെ കൂട്ടിക്കൊള്ളണം. നോൺ വെജ് കഴിക്കുന്നവരാണ് ഫിഷിന് കുഴപ്പമൊന്നുമില്ല.
ആവശ്യത്തിന് കഴിക്കാം ഫിഷ്, പക്ഷേ കറി വെച്ചിട്ട് മാത്രമേ ഉള്ളതേ ഉള്ളൂ. അല്ലെ പൊള്ളിച്ചോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് എടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ സെയിം നമ്മൾ ആ വറുത്ത അതേ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. പക്ഷേ ഫിഷ് ഫ്രൈ കഴിച്ച ഒരു എണ്ണ കൂടുതൽ ഇല്ലാതെ തന്നെ ആ ഒരു സെയിം ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്വീകരിക്കുക. അതുപോലെ തന്നെ വൈകിട്ടും കഴിക്കുമ്പോഴത്തേക്കിന് ഈ അരി ഗോതമ്പ് എന്താണേലും ഇതുപോലെ തന്നെ അളവ് കുറയ്ക്കുക. ബെഡ് ടൈമിലും കൂടെ എന്തെങ്കിലും ഒന്ന് കഴിച്ചേക്കണം. ഒന്നെങ്കിൽ കുറച്ച് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് പാൽ, മൊത്തത്തിലുള്ള പാലിൻ്റെ അളവും ശ്രദ്ധിച്ചോണം. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് പാലെടുത്തിട്ട് ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ട് കഴിച്ചിട്ട് കിടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സുകൾ കഴിച്ചിട്ട് കിടക്കുക. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ബെഡ് ടൈമിലും കൂടെ കഴിച്ചേക്കണം. അല്ലെങ്കിൽ ചിലപ്പം ഈ അളവ് നേരെ പകുതിയാക്കി വരുമ്പോഴത്തേക്കിന് ഇത് ഒറ്റയടിക്ക് ഞാൻ ആദ്യം പറഞ്ഞു, പെട്ടെന്ന് ഈ 6 ചപ്പാത്തി കഴിക്കുന്നവർ നേരെ വന്ന് 2 ചപ്പാത്തി കഴിച്ചേക്കരുത്. പതുക്കെ വേണം കുറച്ച് കൊണ്ടുവരാൻ. അതും വിശപ്പ് മാറത്തക്ക രീതിയിൽ വെജിറ്റബിൾസ് ഉൾപ്പെടുത്തിക്കൊള്ളണം. അതിനകത്ത് പ്രോട്ടീൻ വരാൻ ശ്രദ്ധിച്ചുകൊള്ളുകയും വേണം. മുട്ട, വെള്ളയ്ക്ക് ദോഷമൊന്നുമില്ല. നോൺ വെജ് കഴിക്കുന്നവർക്ക് മുട്ട വെള്ള 2 or 3 എണ്ണം ഉൾപ്പെടുത്താവുന്നതാണ്. ഡിപ്പെൻസ് അവരുടെ ഒരു ദിവസത്തെ ആ പ്രോട്ടീൻ്റെ അനുസരിച്ചിട്ട്. തീർച്ചയായിട്ടും പലപ്പോഴും ഈ ഏത് പൊണ്ണത്തടി ഒഴിവാക്കാനായിട്ട് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നോൺ വെജ് കഴിച്ചാൽ തടി വയ്ക്കും എന്നുള്ളത് തന്നെയാണ് പലരുടെയും വിശ്വാസം. അപ്പോൾ ഈ നോൺ വെജിനും തടിവെപ്പുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ട്? നോൺ വെജിന് തടിവെപ്പുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റ്സ് ഫാറ്റ് കൂടുതൽ വരുന്ന ബീഫ്, മട്ടൻ അങ്ങനത്തെ സാധനങ്ങൾ അത് വെയിറ്റ് കൂടാൻ ഹെൽപ്പ് ചെയ്യും. ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, പക്ഷേ റെഗുലർ ചിക്കൻ വന്നു കഴിഞ്ഞാൽ ദോഷമാണ്. അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് കുഴപ്പം വരുന്നത്. ഫ്രൈ ആയിട്ട് കഴിക്കാതെ ഗ്രില്ല് ചെയ്തിട്ടോ അല്ല ഗ്രിൽഡ് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ അവർ അതിനകത്ത് ഓയിൽ ആഡ് ചെയ്യും. വീട്ടിൽ തന്നെ ഓവനിൽ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ കഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ റെഗുലർ വരരുത്. ആഴ്ചയിൽ ഒരിക്കലും ഫിഷ് കുഴപ്പമൊന്നുമില്ല. ദിവസവും അവർക്ക് ഫിഷ് ഉൾപ്പെടുത്താവുന്നതാണ്. കറി വെച്ചിട്ട് കഴിക്കാം. തീർച്ചയായിട്ടും തരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുക. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒബേസിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്ത് തന്നതിനും വളരെയധികം നന്ദിയുണ്ട്. ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.